ഹലോ എവ്രി വൺ. ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 7.2-ത്തെ ഒരു ഡെഫിനേഷനും നോട്ടുമാണ്. അതിനു മുമ്പ് നമ്മൾ മുമ്പത്തെ പ്രിസീഡിങ് സെക്ഷൻസിൽ എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു p ലെസ് ദാൻ ഇൻഫിനിറ്റി ആകുന്ന പികളുടെ ലീനിയർ സ്പേസസിൻ്റെ നോമിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരുന്നത്. അറ്റ് p ഈക്വൽ ടു 1, p ഈക്വൽ ടു ഇൻഫിനിറ്റി ആവുന്ന തരത്തിൽ നമ്മൾ എടുത്തിട്ട് ഇവിടെ നമ്മൾ എങ്ങനത്തെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, 1 ലെസ് ദാൻ p ലെസ് ദാൻ ഇൻഫിനിറ്റി ആകുന്ന ലീനിയർ സ്പേസസിൻ്റെ നോമിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡെഫിനേഷൻ: ഫോർ a measurable set 1 less than p less than infinity and a function f element of LP of E, define norm f over p equal to integral over E modulus f raised to p whole raised to 1 by p. E എന്ന് പറയുന്നത് എന്താണ്? ഒരു മെഷറബിൾ സെറ്റാണ്. പി എന്ന് പറയുന്നത് എന്താണ്? 1 ലെസ് ദാൻ p ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. LP ഓഫ് ഇയിലത്തെ ഒരു ഫംഗ്ഷനാണ് എഫ്. എങ്കിൽ അതിൻ്റെ നോം എന്ന് പറയുന്നത് എന്താണ്? നോം എഫ് ഓവർ പി ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ ഇ മോഡുലസ് എഫ് റേസ് ടു പി ഹോൾ റേസ് ടു 1 ബൈ പി. അപ്പോൾ നമ്മൾ നോം ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. ഇനി ഇത് ഒരു നോം ആവണമെങ്കിൽ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നമ്മൾ മുമ്പത്തെ സെക്ഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. ആ 3 കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി, പോസിറ്റീവ് ഹോമോജിനിറ്റി, നോൺ നെഗറ്റിവിറ്റി. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്കിതിനെ നോം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. വി വിൽ ഷോ ദാറ്റ് ദ ഫങ്ഷണൽ നോം ഓർ പി ഈസ് എ നോം ഓൺ LP ഓഫ് ഇ. ഇൻഡീഡ് പോസിറ്റീവ് ഹോമോജിനിറ്റി ഈസ് ക്ലിയർ. പോസിറ്റീവ് ഹോമോജിനിറ്റി നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. കാരണം എന്താണ്? പോസിറ്റീവ് ഹോമോജിനിറ്റി എന്ന് പറയുമ്പോൾ നോം ആൽഫ എഫ് ഓവർ പി ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ ഇ മോഡ് ആൽഫ എഫ് ഹോൾ റേസ് ടു പി ഹോൾ റേസ് ടു 1 ബൈ പി. ഇനി നമ്മളിതിനെ ഈ മോഡുലസിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഈ ആൽഫ എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ആയതുകൊണ്ട് നോം ആൽഫ റേസ് ടു പി ഹോൾ റേസ് ടു 1 ബൈ പി എന്താവും? നോം ആൽഫ ആകും. അപ്പോൾ ആ നോം ആൽഫ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇൻറ്റഗ്രലിൻ്റെ ഉള്ളിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? മോഡുലസ് എഫ് റേസ് ടു പി ഹോൾ റേസ് ടു 1 ബൈ പി. ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു ഇതെന്ന് പറയുന്നത് നോം എഫ് ഓവർ പി ആണെന്ന് പറഞ്ഞു. Therefore, norm alpha f over p equal to modulus alpha into norm f over p. അപ്പോൾ നമുക്ക് ഹോമോജിനിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഇനി നമുക്കറിയാം ഈ ഇൻ്റഗ്രൽ മോഡുലസ് എഫ് റേസ് ടു പി ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ LHS ദാറ്റ് ഈസ് നോം എഫ് ഓവർ പി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. നൗ നോം എഫ് ഓവർ പി ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് നോം എഫ് ഓവർ പി ഈക്വൽ ടു 0 ആകുമ്പോൾ അതിൻ്റെ RHSും 0 ആകും. ദിസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് ദാറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇൻ്റഗ്രൽ ഓവർ ഇ മോഡുലസ് എഫ് റേസ് ടു പി ഈക്വൽ ടു 0. ഇതെപ്പോഴാണ് 0 ആകുക? എഫ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവ്രിവെയർ ഓൺ ഇ. ഇത് നമ്മൾ മുമ്പത്തെ സെക്ഷനിൽ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇക്വലൻസ് ക്ലാസ് എഫ് is the 0 element of the linear space LP of E contained in F script F restricted to equivalence relation if and only if F equal to 0. ഇതൊക്കെ നമുക്ക് പ്രിസീഡിങ് സെക്ഷൻസിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് കിട്ടിയത്? നോം എഫ് ഓവർ പി ഈക്വൽ ടു 0 ആകുമ്പോൾ എഫ് ഈക്വൽ ടു 0 ആകുക, വിച്ച് മീൻസ് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റിയും കൂടി സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് ഈ നോം എഫ് ഓവർ പിന്ന് എന്തെന്ന് പറയാം? നോം എന്ന് പറയാം. ഇറ്റ് റിമെയിൻസ് ടു എസ്റ്റാബ്ലിഷ് ദ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി. നമ്മൾ ഈ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി മിൻകോവിസ്കിസ് ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഇനി വരുന്ന സെക്ഷൻ ഒരു തിയറായിട്ട് പഠിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഈ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി പ്രൂവ് ചെയ്യുന്നുണ്ട് ഇത് വെച്ചിട്ട്, മിൻകോവിസ്കിസ് ഇൻഇക്വാലിറ്റി വെച്ചിട്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആയി. ദാറ്റ് ഈസ് ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി, പോസിറ്റീവ് ഹോമോജിനിറ്റി ആൻഡ് നോൺ നെഗറ്റിവിറ്റി. ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദെൻ നോം എഫ് ഓവർ പി ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ ഇ മോഡുലസ് എഫ് റേസ് ടു പി ഹോൾ റേസ് ടു 1 ബൈ പി ഈസ് എ നോം ഓൺ LP ഓഫ് ഇ. അപ്പോൾ അത് ഒരു നോം ആണെന്ന് കിട്ടി ഓൺ LP ഓഫ് ഇ. ഇനി അടുത്തതൊരു നോട്ട്. The function signum f is equal to 1 if f of x greater than or equal to 0 minus 1 if f of x less than 0. നമ്മളിങ്ങനെ സിഗ്നം ഫംഗ്ഷൻ നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്തു.
സിൻസ് എഫ് ഈസ് ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ, സിഗ്നം എഫ് ഈസ് ഇക്വൽ ടു മോഡ് എഫ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ. എഫ് എന്ന് പറയുന്നത് എന്താണ്? ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ ഫൈനൈറ്റ് ആണ്. അപ്പോൾ സിഗ്നം ഓഫ് എഫ് ഈസ് ഇക്വൽ ടു മോഡ് എഫ് ഈസ് ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.